30 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നുവെന്ന ജി സുധാകരന്റെ പരാമർശത്തിന് മറുപടിയുമായി കെ.വി. തോമസ്. താൻ അധ്യാപകർക്കും ജനപ്രതിനിധികൾക്കും അനുവദിച്ച പെൻഷൻ വാങ്ങുന്ന വ്യക്തിയാണെന്ന് സുധാകരന് തുറന്ന കത്ത്. ഡൽഹിയിലെ പ്രതിനിധി എന്ന നിലയിൽ ക്യാബിനറ്റ് റാങ്കിൽ ഒരു മന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും തനിക്ക് ആവശ്യപ്പെടാമായിരുന്നുവെന്നും കെ.വി. തോമസ് കത്തിൽ പറയുന്നു. എന്നാൽ കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് ജി സുധാകരന്റെ മറുപടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, ഏതായാലും ജി സുധാകരന് തുറന്ന കത്തെഴുതിയിരിക്കുന്നു കെ.വി. തോമസ്. പക്ഷേ കത്ത് കിട്ടിയില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്? ലക്ഷ്മി, പ്രതിമാസം 30 ലക്ഷം രൂപയോളം കെ.വി. തോമസ് കൈപ്പറ്റുന്നു എന്നുള്ള ജി സുധാകരന്റെ ആരോപണത്തിനാണ് ഇപ്പോൾ കെ.വി. തോമസ് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. താൻ അധ്യാപകർക്കും ജനപ്രതിനിധികൾക്കും അനുവദിച്ച പെൻഷൻ വാങ്ങുന്ന വ്യക്തിയാണ്. മാസം തോറും 1,25,000 രൂപ തനിക്ക് അങ്ങനെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഈ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ ക്യാബിനറ്റ് റാങ്കിൽ ഒരു മന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യവും തനിക്ക് ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെ വന്നാൽ നിലവിലുള്ള MP MLA പെൻഷൻ വേണ്ടത് വെക്കേണ്ടി വരും. അത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, ഇത് പ്രത്യേക പ്രതിനിധിയുടെ കാലയളവ് കഴിയുമ്പോൾ പെൻഷൻ പുനഃസ്ഥാപിക്കുന്നത് എളുപ്പമല്ല. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്താണ് താൻ പ്രതിഫലം വേണ്ടെന്ന് വെച്ചത് എന്നുള്ള കാര്യവും കെ.വി. തോമസ് പറയുന്നുണ്ട്. 2023-24 കാലഘട്ടത്തിൽ തന്റെ വിമാനയാത്രാ ചെലവ് 5 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് എന്നാണ് കെ.വി. തോമസ് വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം. തന്റെ അക്കൗണ്ട് ഹെഡിൽ തന്നെയാണ് മറ്റുദ്യോഗസ്ഥരുടെ യാത്രാ ചെലവും ഉൾപ്പെടുന്നത്. അതിനാലാണ് യാത്രാബത്ത 11 ലക്ഷമായി ഉയർന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും കെ.വി. തോമസ് വിശദീകരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.